പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഞാൻ ദൈവത്തായിട്ടുണ്ട്. എന്താ കാണുന്ന എനിക്ക് വിശ്വാസമില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ കാപ്പായി മാറ്റിയ ജന്മഗൃഹമല്ലോ. പൂരകത്തോറും നമ്മുടെ അടിപതരാതെ ചെറിയ സാധനം കൂടി കാണിക്കാൻ അതെ, എന്നെ വിളിക്കാൻ കൊണ്ടോണേ. അപ്പൊ തീ അതെ, ഈ മുത്തച്ഛന്റെ അടുത്തേക്ക് ഒന്നും നീക്കി പിടിച്ചതന്നെ. ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരാള് മരിക്കാൻ കഴിയുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം. പപ്പി കൊടി പറന്നേ തെരയിടുക്ക് മുത്തേ നീ പോയിട്ടെന്നാ ചെയ്യാൻ പോകുന്നത്? അത് ആളെ കറക്കിക്കൊണ്ടുവരുമ്പോ കണ്ടാൽ മതി. അഖിൽ എന്താന്ന് പറഞ്ഞു പോകണം. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. നീ വന്നേ. പറഞ്ഞു. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റുപോലെ സോറി എന്ന് പറയും. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ. എന്റെ അമ്മയെ നാട്ടിച്ചു. എന്താണ് ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഇത്ര വലിയ കണ്ടുണ്ടല്ലോ മത്തയ്ക്കാൻ പോലെ. എന്താണ് സോറി? മനുഷ്യന്റെ ദേഹത്ത് ഒന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപ വരണ്ടായിട്ട്.
പടത്തിൽ ഇയാൾ തന്നെ ചെയ്തപ്പോൾ സെൽസായത് നമുക്ക് കേട്ടെ വെറുതെ കുറെ ഫിലിം വേസ്റ്റ് ആക്കി. എന്താ സാർ കത്ത് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയി. ഒറ്റ കീഴ് വെച്ചതാണല്ലോ. ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാട്ടിക്കരുത് സാർ. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാൻ പറ്റി പഠിക്കും. അയ്യോ എല്ലാ പടത്തിലും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ഷൂട്ടിങ്ങിലും ഇതേ എന്ന് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തെങ്കിലും ചേഞ്ച്? ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയിട്ട് നടക്കുമോ? അതിന്റെ മാസ്റ്റർ പീസാണ്. അത് കൈകൊണ്ടാൽ ആരും വരുന്നില്ല. Now's the point. No, no. Google Drive. Ini karena നമ്മൾ മൂന്നിവിടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട് മീനാതിരിയുടെ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞു. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കുന്ന എന്റെ പൊട്ടനാ. അതായത് ഉത്തമ മനസ്സിലായി മനസ്സിലായി.
उठाओगे साडा गले च नाम बोले रातां नूं जागदे कोई कत्थे मार के कोई तीरा बजा ओ तेरे जत्थे सोचन के That's right, somebody scream! That's right, here we go! What? Here we go!